ഹലോ, നമസ്കാരം കേട്ടാ. എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളുടെ ആരുടെയെങ്കിലും വല്ല സുഹൃത്തുക്കൾ, ഭയങ്കര തിക്കായിട്ടുള്ള ഫ്രണ്ട്സ് വല്ല വിദേശ രാജ്യങ്ങളിൽ, ഇപ്പോൾ ഗൾഫ് ആവണമെന്നില്ല, വേറെ ഇപ്പോൾ നമ്മുടെ അമേരിക്ക, ന്യൂസിലൻഡ് അങ്ങനത്തെ രാജ്യങ്ങളിലേക്കും പോയിട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കരമായ മാറ്റം. അപ്പോൾ നമ്മൾ നാട്ടിലിരുന്നുകൊണ്ട് വേണമെങ്കിൽ പറയാൻ പറ്റും നമുക്ക്, അവനക്കിപ്പോൾ വലിയ ആളായപ്പോൾ നമ്മളൊന്നും വേണ്ട, അങ്ങനത്തെ ഒരു സാധനം. ഇനി പഴയ ഊഷ്മളത വല്ലപ്പോഴേക്ക് വരുന്നു, കാണുന്നു, അപ്പോൾ ആ ഒരു ഊഷ്മളത കുറവുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ രണ്ട് രീതിയിലുള്ള കാറ്റഗറിയാണ് ഇതിനകത്ത്. ഒന്ന്, മനഃപൂർവ്വം എൻ്റെ സ്റ്റാൻഡേർഡിന് വരുന്ന പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കുന്നത്. രണ്ട്, ജീവിതത്തിൻ്റെ തിരക്കിൽ പെട്ടുപോയിട്ട് നിങ്ങളെയൊക്കെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ സ്നേഹിക്കാനായിട്ട് മറന്നു പോകുന്നൊരവസ്ഥ. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സത്യം പറഞ്ഞാൽ ലീവ് എടുത്ത് വീട്ടിലിരിക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെയും സാധനങ്ങൾ ഞാൻ തിരിച്ചറിയണത്. അതുകൊണ്ട് ഞാൻ പറയാണ്, അതായത് നിങ്ങൾ പലരും വിചാരം പ്രവാസികളോ അല്ലെങ്കിൽ വിദേശ രാജ്യത്തുള്ളവർക്കും ഭയങ്കര രക്ഷപ്പെട്ടവരും ജയിച്ചവരുമാണെന്നാണ്. പക്ഷെ ഒരിക്കലും അല്ല. അത് മറ്റൊരാളുടെ ആംഗിളിൽ നോക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ രക്ഷപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്വന്തം ആംഗിളിൽ നോക്കുമ്പോൾ സ്റ്റിൽ തോറ്റു നിൽക്കുന്നവനാവും. ഈ തോറ്റു നിൽക്കുന്നവൻ്റെ കഥ കേൾക്കാനായിട്ട് ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരാൾ തോറ്റുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അങ്ങനെ ചെയ്യായിരുന്നു, നിനക്ക് ഇങ്ങനെ ചെയ്യായിരുന്നു എന്നുള്ള കുറച്ച് വൃത്തിയായിട്ട് ഉപദേശം കൂടി കേൾക്കും എന്നുള്ള ബോധമുള്ളവൻ എന്ത് ചെയ്യും? അവനവൻ്റെ പ്രശ്നങ്ങളെ മിണ്ടാണ്ട് മനസ്സിലൊതുക്കിയിരിക്കും. ഇന്നത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചെങ്കിലേ, ഞാനിപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ ഇരുന്നല്ലോ. അപ്പോൾ ആദ്യം പറഞ്ഞാൽ വണ്ടിക്ക് നമ്മൾ ഫ്രീ ആണ്, അതായത് ഹോട്ടലിലെ കാര്യങ്ങളില്ല, സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കുറേ ആൾക്കാർ നമ്മൾ വിളിക്കുകയാണ്. അങ്ങനെ ഫോൺ വിളിച്ചപ്പോൾ അവരുടെ ലൈഫിലത്തെ ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സും കടന്നുപോയി. ഞാൻ അറിഞ്ഞതേ ഇല്ല. അറിഞ്ഞോ അറിയാതെയോ അവരെന്നേക്ക് ഒഴിവാക്കി എന്നുള്ളതാണ് ഈ വക കാര്യങ്ങളിൽ നിന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എൻ്റെ ഒരു സ്വതസിദ്ധമായ ശൈലി ഉണ്ടല്ലോ, അതെന്താ അങ്ങനെ കാണിച്ച് വിളിച്ചില്ല, വാട്സപ്പിൽ മെസ്സേജ് ഒരു ഇട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീക്ക് ഭയങ്കര തിരക്കല്ലേ, നിനക്ക് എങ്ങനെയാ സമയം ഉണ്ടാവുക, നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ച്. ഒരാൾ പറഞ്ഞു, നിന്നേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ നീ യൂട്യൂബിൽ വിളിച്ചു പറയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര തിരിച്ചറിവായിരുന്നു. കാരണം നമ്മുടെ കുറച്ച് എന്താ പറയുക, നമ്മളുടെ ഇത് പറയാൻ അറിയില്ല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തിരിച്ചറിവായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ റിയൽ ഫ്രണ്ട്സിനെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ എനിക്ക് എൻ്റെ ഈ ഒരു പിരിവിട്ട് തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുണ്ട്. കാരണം നമുക്ക് സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് വരിക. നമ്മൾ നോർമൽ ലെവലിലുള്ളൊരു ജീവിതമല്ല സത്യം പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കണത്. നാട്ടിലത്തെ പോലെയൊന്നും അല്ല, ഇത് വേറൊരു ടൈപ്പ് ഓഫ് ലൈഫാണ്. അപ്പോൾ സ്ട്രെസ്സ് നന്നായിട്ട് കൂടും. സ്ട്രെസ്സ് ഒരു സൈഡിൽ കൂടെ നമ്മുടെ ബ്രെയിനിനെ ഇങ്ങനെ പതുക്കെ അടിച്ചമർത്തും തോറും നമ്മുടെ ബിഹേവിങ്സിലും നമ്മുടെ പ്രകൃതത്തിലും എല്ലാം മാറ്റം വരും. കഴിഞ്ഞൊരു 3 ആഴ്ചയുടെ സത്യം പറഞ്ഞാൽ ഞാൻ നല്ല സ്ട്രെസ്സിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വായിന്ന് വരുന്ന വർത്തമാനങ്ങൾ ഭയങ്കര പൊട്ടയായിരുന്നു. അപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, തിക്ക് ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോൾ ഇവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സിൽ. അപ്പോൾ ഒരു പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബായി കുറച്ച് കാലമായി ഭയങ്കര ഡയലോഗടി, ഭയങ്കര പ്രശ്നമുണ്ടോ നിങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ സുഹൃത്തിനോട് പറഞ്ഞു, ഇവൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആ പുള്ളി പറഞ്ഞു, എനിക്കറിയാം ബായി കഴിഞ്ഞൊരു 3 ആഴ്ചയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണെന്നറിയാം, നല്ല സ്ട്രെസ്സിലാണെന്നറിയാം, അതുകൊണ്ടാണ് നിങ്ങളുടെ പല വർത്തമാനങ്ങളും ഞാൻ മൈൻഡ് ചെയ്യാത്തേ എന്ന് പറഞ്ഞു ആൾ. അപ്പം ഞാൻ എന്താ ഞാൻ പറയണേ, അത് നീ എനിക്ക് പറഞ്ഞായോ, പറഞ്ഞു തരുമ്പോൾ എനിക്ക് തിരുത്തണ്ടെന്ന് ചോദിച്ചാൽ. അങ്ങനെ പറഞ്ഞു പിടിച്ചു വന്നപ്പോൾ നിസ്സാരപ്പെട്ട കാര്യങ്ങൾക്ക് വരെ ഭയങ്കര ഒഫെൻസീവായിട്ട് ഞാൻ സംസാരിക്കണമെന്നാണ് ആ പുള്ളി പറഞ്ഞ ആ വാക്ക്, ഒഫെൻസീവ്. അതായത് ഒരാളെ അത്രയും എന്താ പറയുക, മുഖത്തടിച്ചോണം വർത്തമാനം പറയാന്നെങ്കിലും പറയില്ലേ, അങ്ങനത്തെ ഒരു ശൈലി എനിക്ക് പണ്ടുണ്ടായിരുന്നു ഈ സ്വഭാവം. അത് കഴിഞ്ഞ് നമ്മൾ കുറേക്കിന് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒരു പക്വത തോന്നുന്നെങ്കിലും പറയില്ലേ, അപ്പോൾ കുറച്ച് ഒതുങ്ങിയതാ. പക്ഷെ അത് വീണ്ടും അറിയാണ്ട് ഈ സ്ട്രെസ്സ് കയറിയപ്പോൾ അറിയാതെ ഞാനത് പുറത്തേക്ക് വന്ന് തുടങ്ങി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ആരെങ്കിലേക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പോയതിനു ശേഷം മൈൻഡ് ചെയ്യില്ല എന്നുള്ളൊരു പരാതി ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അയാളോടൊന്ന് ചോദിച്ചറിയാം. സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലൊന്നും ആയിരിക്കില്ലല്ലോ. അതൊന്ന് ചോദിച്ചിട്ട്, എന്താ പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, നീ എന്താ നിനക്ക് പറ്റണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു പൊട്ടിത്തെറിയോട് കൂടിയിട്ട് അയാളുടെ കാര്യം പറയും. ഒരു പക്ഷേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ നല്ല നല്ല സുഹൃത്തുക്കളെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റും. വെറുതെ നമ്മൾ ഒരു ഈഗോ വെച്ചിട്ട്
കളയരുത്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ നല്ല നല്ല മൊമെൻറ്റ്സ് മനഃപൂർവ്വം എന്നെ ഒഴിവാക്കി. പിന്നീട് അറിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു അപ്പോൾ അവരതിനെ കുറേ ന്യായീകരിച്ചു. അവരും പ്രതീക്ഷിച്ചില്ല ഞാനിങ്ങനെ വിളിച്ച് ചോദിക്കും എന്നുള്ളത്. സംഭവം നമ്മൾ ഓരോ തിരക്കിൽ പെട്ടിട്ട് നമ്മളിങ്ങനെ പോവാണ്. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ചേക്കും മാറ്റങ്ങൾ. സാധാരണ മനുഷ്യന്മാരല്ലേ, ഒരു പരിധിയിൽ എടുത്ത് തല വയ്ക്കണേന്. അപ്പോൾ അത് നോർമലി സംഭവിക്കാവുന്ന കാര്യമാണ്. ഇനി ചിലപ്പോൾ നമ്മൾ പറയും അവനിക്ക് കല്യാണത്തിന് മുമ്പ് ഭയങ്കര സംഭവമായിരുന്നു, എൻ്റെ വീട്ടിലായിരുന്നു ഫുൾ ടൈമിൻ്റെ കിടപ്പ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അവൻ ഗൾഫിൽ പോയതിന് ശേഷം പിന്നെ ഒന്നും അവൻ തിരിഞ്ഞു പോലും നോക്കില്ല, വന്നാൽ വെറുതെ പേരിന് വന്നിട്ട് 2 സ്മോൾ അടിച്ച് പോവുള്ളൂ, ഒരു സ്നേഹമില്ല എന്ന് പറയും. റിയൽ സുഹൃത്താണെന്ന് വെച്ചെങ്കിൽ എന്തുകൊണ്ടാണ് അവന് മാറ്റം വന്നതെന്ന് അവനോട് തന്നെ ചോദിക്കണം. അല്ലെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചറിയണം. കാരണം ചിലപ്പോൾ ഒരു ഗൾഫിൽ പോയിട്ട് വരുന്നവൻ അവൻ ചിലപ്പോൾ ഒരു കൊല്ലത്തിനോടൊക്കെ 1 മാസത്തേക്ക് അല്ലെങ്കിൽ 1.5 മാസത്തേക്ക് ലീവിന് വരുന്നതാവും. അവന് ഭാര്യയുണ്ട്, ഭാര്യ വീട്ടുകാരുണ്ട്. കല്യാണം കഴിഞ്ഞ് ചിലപ്പോൾ വീട്ടിൽ വരുമ്പോൾ പകുതി ദിവസം ഭാര്യയും അമ്മയും തമ്മിലുള്ള വഴക്ക് തീർക്കാനേ ഒരു സമയം ഉണ്ടാവുള്ളൂ. ഓരോരുത്തർ കടന്നു പോകുന്ന സാഹചര്യം എന്താണെന്ന് നമുക്കറിയില്ല. ഇനി ഞാനും പണ്ട് പല ആൾക്കാരെ ബ്ലെയിം ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്കിത് ആവശ്യമാണ്. പറഞ്ഞ മനസ്സിലായ? ഞാനും ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഞാനും പണ്ട് ഇതേമാതിരി പല ആൾക്കാരും ബ്ലെയിം ചെയ്തിട്ടുണ്ട്. സോ ഇതെനിക്ക് അർഹതപ്പെട്ടതിന് എനിക്ക് കിട്ടിയ പണിപ്പോൾ. പക്ഷേ ഞാനിത് നിങ്ങളോട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഒന്ന് സംസാരിച്ച് ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും 2 മാസം കൂടുമ്പോൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൊല്ലത്തിലൊരിക്കൽ വിളിച്ചിട്ട് പോലും അളിയാ സുഖാണോ എന്ന് ചോദിച്ചാൽ മതി. അതില്ലെങ്കിൽ കൂടെ എപ്പോഴാണോ കാണണേ ആ സമയത്തൊന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മോടത്ത് തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ. അതൊന്നും മനസ്സിലാക്കുക. നമ്മൾ ജീവിതത്തിൻ്റെ തിക്കിലും തിരക്കിലും പെട്ടു പോകുമ്പോൾ അതൊക്കെയും ചില കേസുകളിലേക്ക് നമ്മളിങ്ങനെ പതുക്കെ താഴത്തേക്കൊന്ന് പോയിന്ന് വരും. സ്വാഭാവികമാണത്. 2 ദിവസം മുമ്പ് എനിക്കുണ്ടായ മറ്റൊരു അനുഭവം കൂടി ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ നിർത്താം. കാരണം ഇത് നിങ്ങൾക്കൊക്കെ ലൈഫിൽ സംഭവിച്ചു പോണ കാര്യങ്ങളാണ്. ഒരു ദിവസം ഞാൻ ഇതേമാതിരി ഭയങ്കര തിരക്കിലായിട്ട് ഒരു പ്രോഗ്രാം നടക്കാൻ പോകണം. അതിന് തൊട്ട് മുമ്പ് എന്തോ സാധനം മേടിക്കൊരു കടയിലേക്ക് ഞാൻ ഓടി കയറിയിട്ട് ഞാൻ ഇതേമാതിരി തിരിച്ച് ഓടി ഇറങ്ങാം. അപ്പോൾ ഇറങ്ങണ സമയത്ത് എന്നെ പുറകിൽ നിന്നൊരു വിളി, ജയ്സാ എന്നൊരു വിളി. നോക്കിയപ്പോൾ ഒരു പള്ളിയിലത്തെ അച്ഛനെ എനിക്ക് എന്നെ അറിയാം, 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അച്ഛ എന്നെ മനസ്സിലായി. ഞാൻ ചോദിച്ചു. അമ്മ അച്ഛൻ എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാനിപ്പോൾ നല്ല തിരക്കിലാണ് അച്ഛൻ, നമുക്ക് കാണാട്ടാന്നും പറഞ്ഞിട്ട് ഞാൻ വേഗം ഷേക്കിൻ്റെ അടുത്ത് ഞാൻ ഓടിപ്പോയി. അത് കഴിഞ്ഞ് പിന്നീട് അച്ഛനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛോ അന്ന് തിരക്കിലായിരുന്നു പറഞ്ഞപ്പോൾ ആ നിപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതേസമയം ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാനൊരു ഷോപ്പിൽ പോയി. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുക. അപ്പോൾ സാധാരണ ഇപ്പോൾ കല്യാണം കഴിഞ്ഞവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ പെണ്ണുമുള്ള കുറച്ച് സാധനങ്ങൾ കൂടുതലെടുത്തു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കലിപ്പിലും വന്ന് ഒരു ആവശ്യമില്ലാണ്ട് ഇങ്ങനെ കാശ് കളയാൻ നിൽക്കുമ്പോൾ പറഞ്ഞിട്ട് അവളങ്ങനെ മുറുമുറുത്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ വന്ന് കൈ തന്നിട്ട് പറഞ്ഞു വീഡിയോസ് കാണാറുണ്ടിട്ടാ നന്നായി ഉണ്ടെന്ന് പറഞ്ഞു. നോർമൽ ലെവലിൽ ഞാൻ അതല്ല താങ്ക് യു പറഞ്ഞിട്ട് ഞാൻ അവരോട് കുറച്ച് സംസാരിക്കും. അതായത് ഇവിടെ താമസിക്കണേ, അല്ലെങ്കിൽ എന്താ ചെയ്യണേ, എത്ര നാളെ വന്നിട്ട്, ഹാപ്പി അല്ലേ, ഉഷാറല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരു ജനറൽ ടോക്ക് നടത്തും. എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. പക്ഷെ ഞാൻ ഈ പുള്ളി കൈ തന്നു, ഞാൻ വേഗം കൈ കൊണ്ട് പറഞ്ഞു ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിരിക്കുക പോലും ചെയ്തില്ല. ഞാൻ വന്ന് വണ്ടി കയറുന്ന വശം എൻ്റെ പെണ്ണുമ്പിള്ള പറഞ്ഞു നിങ്ങളുടെ ഈ പോക്ക് നാശത്തിക്കാട്ടാന്ന് പറഞ്ഞോട്. പക്ഷെ എന്താ ചോദിച്ചു. അപ്പോൾ ഞാൻ ആദ്യം അതിൽ വന്നത് നീ കാണിച്ചു കൂട്ടേണ്ട അത്രയൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നാ. പക്ഷെ എന്തായും ചോദിച്ചപ്പോൾ ഇവള് പറഞ്ഞു ആ മനുഷ്യൻ അത്രയും ഒരു ഭയങ്കര മോശക്കാരനായി ആരുടെ ഫാമിലിയുടെ മുമ്പിൽ. നിങ്ങൾ താങ്ക്സും പറഞ്ഞു പോകും, നിങ്ങളൊരു ചിരിക്ക് ഒരു വർത്തമാനം പോലും നിങ്ങൾ പറഞ്ഞില്ല, പണ്ട് നിങ്ങളിങ്ങനെ ആയിരുന്നില്ല, കുറച്ച് അഹങ്കാരം കൂടിയിട്ടാന്ന് പറഞ്ഞു. ആക്ച്വലി ഇത് അഹങ്കാരം കൂടിയതല്ല, ഒരു സൈഡിൽ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രഷർ ഇങ്ങനെ കയറി വരുന്നു. നമ്മുടെ പുറത്തേക്കുള്ള പെരുമാറ്റം വേറെ രീതിയിലായി പോകുന്നതാണത്. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ, നമ്മൾ ഈ പുറം ലോകത്ത് പോകുന്ന ആൾക്കാർ കംപ്ലീറ്റ് നമ്മൾ കുറേ മാറ്റങ്ങൾ എന്തൊക്കെയോ സംഭവിക്കുന്നു. അവർ നാട്ടിൽ വേറൊരു പ്രത്യേക ഒരു എന്താ പറയുക അവർ സുഖത്തിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളവിടെ ചെല്ലുമ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറേ രീതികളുണ്ട്. അത് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചെങ്കിൽ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നാട്ടിലുള്ളവരാണെങ്കിലും മനസ്സിലാക്കുക ഞങ്ങളിവിടെ അത്ര വലിയ സുഖമൊന്നുമില്ല. ഈ റീലേക്ക് ഇടുമ്പോൾ കാണുന്ന ആ മ്യൂസിക്കിൻ്റെ ഇത് മാത്രമല്ലോ. ഒരു പക്ഷേ ആ മ്യൂസിക് മ്യൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ റിയൽ ട്രാക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ രോദനങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ശരി എന്നാൽ.